നമ്മളിപ്പോൾ ഒത്തിരി ഒത്തിരി മനുഷ്യരെയൊക്കെ കാണുന്നില്ലേ? നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, നല്ല ആത്മീയ ജീവിതമുള്ളവർ, ഒത്തിരി ജപമാല ചൊല്ലുന്നവർ, ബൈബിൾ വായിക്കുന്നവർ, വചനം പഠിക്കുന്നവർ, പ്രഘോഷിക്കുന്നവർ, നമ്മളിങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ട് ഒരുപാട് നേരം ആരാധനയ്ക്കൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ജനറലി പറയാറുണ്ട്, ഇവർക്ക് നല്ല നല്ല ആത്മീയ മനുഷ്യരാണ്, നല്ല സ്പിരിച്വൽ മനുഷ്യരാണ്. ചിലപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ കൊതി തോന്നിയിട്ടുണ്ടാകും, ചില ആളുകളെയൊക്കെ കണ്ടിട്ട് അവരെ പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ, അവരെ പോലെയൊക്കെ ഒരു ആത്മീയ ജീവിതമൊക്കെ നയിക്കാനൊക്കെ ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒരു വൈദികൻ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര റോൾ മോഡൽസ് ആയിട്ട് നിൽക്കുന്ന വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, സുവിശേഷ പ്രഘോഷകരുണ്ട്. ഇപ്പോൾ അവരെ പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കുറച്ചു നേരം കൂടെ അവരെ പോലെയൊക്കെ ആരാധനയ്ക്ക് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിലൊക്കെ ഞാൻ ആഗ്രഹിച്ച ഒരു കാലമൊക്കെ ഉണ്ടാകും. എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വഴിവിളക്കുകളായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടാവുമല്ലോ ഒരു ആത്മീയ ജീവിതത്തിൽ എപ്പോഴും. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഒരു വെളിച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് പൗലോസ് നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ കരുതുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു അടയാളം എന്താണെന്നറിയോ? പരാതിയില്ലാതെ നന്ദി നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ പറ്റുക. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. പരാതികളില്ലാതെ നന്ദി നിറഞ്ഞൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ശരിക്കുള്ളൊരു സ്പിരിച്വാലിറ്റിയുടെ അടയാളം. സി, എനിക്കും നിങ്ങൾക്കും ഒത്തിരി ജപമാലകൾ ചെല്ലാം, നമുക്ക് ഒരുമിച്ച് ഒത്തിരി വചനം വായിക്കാം, പ്രഘോഷിക്കാം, നമുക്ക് വേണ്ടി മണിക്കൂറുകൾ ആരാധനയിരിക്കാം. ഇതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പേഴ്സണൽ പ്രെയറും പ്രാർത്ഥനയൊക്കെ എല്ലാം എല്ലാം ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു സ്പിരിച്വാലിറ്റി, ആത്മാവിലുള്ള ഒരു ആത്മീയത, അതിൻ്റെ ഒരു അടയാളം എന്താണെന്നറിയോ? പരാതികളില്ലാതെ പ്രത്യാശയോടെ ഏറ്റവും വലുതായിട്ട് നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെ ജീവിക്കുക. വലിയ ചിന്തകരൊക്കെ പറയുന്നൊരു കാര്യമാണ്, താങ്ക്സ് ഗിവിങ് ഇസ് എ സൊല്യൂഷൻ ടു ഓൾ യുവർ പ്രോബ്ലംസ് എന്ന. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, നമ്മുടെ എല്ലാ പരാതികൾക്കുമുള്ള ഏറ്റവും നല്ല ഉത്തരം നന്ദി നിറഞ്ഞൊരു ഹൃദയം എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പേഴ്സണലി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എനിക്ക് കൂടുതലും പരാതികളാണോ അതോ നന്ദിയാണോ ഈശോയോട്? നമുക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എനിക്ക് പിന്നെയും പരാതികളാണോ? ഈശോയെ എനിക്ക് അത് തന്നില്ലോ, ഇത് തന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുള്ള പരാതിയാണോ, അതോ എനിക്ക് ഇതുവരെ തന്നതിനെല്ലാം ഞാൻ നന്ദി പറയുകയാണോ? ആത്മീയതയുടെ ഏറ്റവും നല്ല ഒരു അടയാളങ്ങളിലൊന്നാണ് നന്ദി നിറഞ്ഞ ഹൃദയം. അതുകൊണ്ടാണ് പൗലോസ്ലിഹയുടെ ഒരു വചനം കടമെടുത്താൽ ഇങ്ങനെയാണ്. എഫേസോസ് 5:20 ഇങ്ങനെ പൗലോസ്ലിഹ പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാ കാര്യത്തിലും കർത്താവിന് നന്ദി പറയുക. എപ്പോഴും എല്ലാ കാര്യത്തിലും നന്ദി പറയുക. ആ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാവോ? വിശുദ്ധത്തിൽ ആ ബൈബിൾ ഭാഗം ഒന്ന് എടുക്കുക. എഫേഷ്യൻസ് 5:20, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. എപ്പോഴും എല്ലാ കാര്യത്തിലും. ഇപ്പം നമുക്ക് ലൈഫിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പം നമുക്ക് ഇന്നൊരു ദിവസം തീർന്നു, പൂർത്തിയായി, നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഇന്ന് ദിവസം എത്ര തവണ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു, ഈശോയെ ഓർത്തു? ചിലപ്പോൾ ഒരു വിഷമമൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ ഈശോയെ ഓർക്കും. പക്ഷെ അത് ഈശോയ്ക്ക് നന്ദി പറയാനല്ലോ, പലപ്പോഴും ഇത് പരാതി പറയാനല്ലേ, നമ്മുടെ സങ്കടം പറയാനല്ലേ. ഇങ്ങനെ പരാതി പറയുന്നതിനും സങ്കടം പറയുന്നതിനും ഈശോയോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിനൊന്നും തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താണ് കയറി നിൽക്കുന്നത് നമ്മൾ ഓർക്കണം. നമ്മൾ ഒത്തിരി പ്രാർത്ഥനകൾ ചൊല്ലുന്നു, നമ്മൾ ഒത്തിരി വചനങ്ങൾ വായിക്കുന്നു, ഇതെല്ലാം എൻ്റെ പരാതികൾക്കൊരു ഉത്തരം കിട്ടാനാണോ അതോ ഈശോയ്ക്ക് നന്ദി പറയാനാണോ? ഇന്ന് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യം, ഈശോയെ എല്ലാത്തിനും, പ്രത്യേകിച്ച് ഇന്നൊരു ദിവസം നടന്ന എല്ലാ കാര്യത്തിലും, സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. നല്ല കാര്യത്തിന് എവിടെയെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം നന്ദി പറയാൻ മറന്നുപോയെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കിട്ടാതെ പോയി, എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പേരിൽ ഒരു പരാതി പറഞ്ഞെങ്കിൽ, എല്ലാത്തിനും പരിഹാരമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുക. നമുക്ക് നന്ദി പറയുന്നതാണ് നമ്മുടെ എല്ലാ പരാതികൾക്കുള്ള ഉത്തരം. അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകും. നാളെ നമ്മൾ പരാതി പറയും, നാളെ നമ്മൾ സങ്കടപ്പെടും, ഇതെന്നെ ഇങ്ങനെ എന്നൊക്കെ ഓർത്ത് പിന്നെയും പിന്നെയും നാളെയും പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി നിരാശയുടെ പടുകുഴിയിൽ നമുക്ക് വീണു പോകും. അങ്ങനെ വീണ് പോകരുത്. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ലെറ്റ്സ് താങ്ക് ദി ലോർഡ്. ഈശോയെ എനിക്ക് തന്ന എല്ലാ കാര്യത്തിനും ഞാൻ നന്ദി പറയും. ഇന്ന് കേട്ട വചനത്തിന്, ഇന്ന് അനുഭവിച്ച ജീവിതാനുഭവങ്ങൾക്ക്, ഇന്ന് കേട്ട നല്ല വാക്കുകൾക്ക്, ഇന്ന് ലഭിച്ച അപ്രീസിയേഷന്, ഇന്ന് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയ കാര്യങ്ങൾക്ക്. ഇനി ഇതൊന്നും സംഭവിച്ചില്ല, വളരെ മോശപ്പെട്ടൊരു ദിവസമായിരുന്നു, വളരെ സങ്കടം പിടിച്ച ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായ ഒരു ദിവസമാണോ ഈശോയെ? ഇതിലേക്ക് അതിജീവിക്കാൻ ആ ഒരു ദിവസം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് ഞെങ്ങി ഞെരുങ്ങിയാണെങ്കിലും ഈ ദിവസം പൂർത്തിയാക്കാൻ പറ്റിയതിന് താങ്ക് യു. എഫേസോസ് 5:20 മറക്കരുത്. എപ്പോഴും എല്ലാ കാര്യത്തിലും ഈശോയ്ക്ക് നന്ദി പറയുക. അങ്ങനെ നന്ദി പറഞ്ഞ് പരാതികളില്ലാത്ത സന്തോഷകരമായിട്ടൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇന്ന് രാത്രി സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഈശോയുടെ ശാന്തി, ഈശോയുടെ സമാധാനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.